പൗരോഹിത്യം സൃഷ്ടിച്ച സാമൂഹിക ദുരന്തം, അതിനെ വെല്ലുവിളിച്ച ഒരാളാണ് യേശുക്രിസ്തു. അതായത് അധികാര ഘടനയെ കൃത്യമായിട്ട് അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹം കുരിശിലേറ്റപ്പെടുന്നു, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നു. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഇന്ന് ഈസ്റ്റർ ദിനമായിട്ട് ആഘോഷിക്കുന്നു. ഈ ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ വലിയ രീതിയിലുള്ളൊരു വെല്ലുവിളിയും സൃഷ്ടിക്കുന്നുണ്ട്. ഏത്? ജീസസ് ക്രൈസ്റ്റിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ജൂതനായിരുന്നു, അല്ലെങ്കിൽ ഒരു ജൂയിഷ് ഫാമിലിയിൽ ജനിച്ച ഒരാളാണ്. ഫോളോ ചെയ്തിരുന്ന മതം എന്ന് പറയുന്നത് ജുഡായിസമാണ്. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് ക്രിസ്ത്യാനിറ്റി പോലും രൂപം കൊള്ളുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഇത് ആർക്കൊക്കെയാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നത്? ഉയർത്തെഴുന്നേൽപ്പ് ഒരു മനുഷ്യൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള അപ്പുറത്തേക്ക് ഇവിടെ ജുദായിസത്തിൻ്റെ കാര്യം പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ കാര്യം പറഞ്ഞു. യേശുക്രിസ്തുവിന് കുരിശിലേറ്റിയ കഥ നമ്മൾ വിശദമായിട്ട് പറഞ്ഞില്ല, അത് പറയുന്നത് സമയം ഇഷ്ടം പോലെ വേണം. പക്ഷേ ഒന്നുണ്ട്, സ്വന്തം സമൂഹത്തിലെ അനീതിയെ എതിർക്കാൻ മുന്നിട്ടിറങ്ങിയ ആളായിരുന്നു യേശുക്രിസ്തു. അപ്പോൾ അനീതിയെ മുന്നിട്ടിറങ്ങാൻ തുടങ്ങുമ്പോൾ അന്ന് സമൂഹത്തെ ഭരിച്ചിരുന്നത്, സമൂഹത്തിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്ന പൗരോഹിത്യത്തിൻ്റെ കലയാണ്. ആ പൗരോഹിത്യം യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ ഇഷ്ടപ്പെടാതിരിക്കുകയും ഇദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതിന് ധാരാളം ഘടകങ്ങളുണ്ട്. റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു പിന്തുണ അതിനുണ്ട്, ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊന്നും വഴങ്ങിക്കൊടുക്കാൻ ആരും തയ്യാറായില്ല. ഇവരുടെ പീഡനങ്ങളെ സഹിക്കാൻ തയ്യാറായിട്ട്, അല്ലെങ്കിൽ കുരിശിലേറാൻ സ്വയം തയ്യാറായിട്ട് മുമ്പോട്ട് പോയത്. ഇതെല്ലാ ലോകത്തെല്ലായിടത്തും പൗരോഹിത്യത്തിന് ഇങ്ങനെ ഒരു വികൃത മുഖമുണ്ട്. അതെ, വികൃത മുഖമുണ്ട്, പൗരോഹിത്യത്തിൻ്റെ വികൃത മുഖം. അതിപ്പോൾ ഇറാനിൽ നമ്മൾ കാണുന്നുണ്ട്, ഇവിടെ ഇന്ത്യയിൽ കാണുന്നുണ്ട്, എല്ലാ ചൈനയിലുണ്ടായിരുന്നു. ചൈനയിൽ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നപ്പോൾ ഇത് ഇല്ലാതായി. ജപ്പാനിലുണ്ടായിരുന്നു. എല്ലാ മതവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൗരോഹിത്യത്തിൻ്റെ വികൃത മുഖം നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിനെ നവോത്ഥാനത്തിന് ശ്രമിക്കുമ്പോൾ അതിനോടുണ്ടാകുന്ന ചെറുത്തുനിൽപ്പ്, അതായത് പൗരോഹിത്യത്തിൻ്റെ ചെറുത്തുനിൽപ്പ് ഭയങ്കരമാണ്. ഇപ്പോഴും എല്ലാ യുദ്ധങ്ങളും നടത്താനുള്ള ന്യായീകരണം കണ്ടെത്തുന്ന എവിടുന്നാണ്? ഇപ്പം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു മതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരും. യൂതന്മാരും അറബികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വരും. യഥാർത്ഥത്തിൽ ഇവർ ഏറ്റവും യോജിച്ച് ജീവിച്ചിരുന്നവർ ഇവർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ യോജിപ്പുണ്ടായിരുന്ന 2 രാജ്യങ്ങളായിരുന്നു ഇസ്രായേൽ, അതായത് യേശുക്രിസ്തുവിൻ്റെ ഉണ്ടായിരുന്ന ഇസ്രായേലും ഇപ്പുറത്ത് ഇറാനും. പക്ഷെ അവരുടെ യോജിപ്പില്ലാതായി. അധികാരം ഇതിനെയൊക്കെ കടത്തിവിട്ടി. അത് മറക്കരുത്. അധികാരത്തോടുള്ള താല്പര്യം, അധികാരം വഴി ലഭിക്കുന്ന സമ്പത്തിനോടുള്ള താല്പര്യം, അതുവഴി ജീവിക്കാൻ പറ്റുന്ന ആർഭാട ജീവിതത്തോടുള്ള താല്പര്യം, ഇങ്ങനത്തെ ഘടകങ്ങൾ പൗരോഹിത്യത്തിന് സ്വായത്തമാക്കുമ്പോൾ പൗരോഹിത്യം ജനങ്ങൾക്കെതിരാവും. അതിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വരണം. പക്ഷേ എപ്പോഴും ഭൂരിപക്ഷം ജനങ്ങളും എപ്പോഴും ആരുടെ കൂടെയായിരിക്കും നിൽക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭൂരിപക്ഷം ജനങ്ങളെ എപ്പോഴും കൂടെ നിർത്താൻ ലോകത്തെല്ലായിടത്തും ഒരു പരിധി വരെ പൗരോഹിത്യത്തിന് സഹായിച്ചിട്ടുണ്ട്. കാരണം അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരെയാണ്? പൗരോഹിത്യം ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഏജൻറ്റുമാരാണ്. ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഏജൻറ്റുമാരാണ്. ദൈവമായിട്ട് ഏറ്റവും കൂടുതൽ സംവദിക്കുന്നവരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ആരിൽ കൂടിയാണ് നമ്മൾ അറിയുന്നത്? ഈ പുരോഹിതന്മാരിൽ കൂടിയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തെ സമീപിക്കാൻ ഒരു ഇടനിലക്കാരൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദൈവം ഇല്ലായിരിക്കാനുള്ളത്. എനിക്ക് ഒരു ദൈവത്തെ സമീപിക്കണമെങ്കിൽ അതിനേതെങ്കിലും ക്ഷേത്രത്തിലെ പൂജാരിയോ ശങ്കരാചാര്യരോ അല്ലെങ്കിൽ മൗലവിയോ ബിഷപ്പോ വേണമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ സമീപിക്കാതിരിക്കേണ്ടത്. എനിക്ക് നേരിട്ട് സമീപിക്കാൻ പറ്റാത്ത ദൈവസങ്കല്പത്തെ, അത് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ രാമൻ എൻ്റെ രാമനാണ്, ശ്രീനാരായണ ഗുരുവാണ്, എൻ്റെ ശിവൻ എൻ്റെ ശിവന്. കാരണം അത് അങ്ങനെ സമീപിക്കാൻ പറ്റുമ്പോൾ മാത്രമേ ആ ദൈവസങ്കല്പം പൂർത്തിയാവുകയുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് എല്ലാ മതങ്ങളിലും, അത് ഹിന്ദുമതമായാലും ബുദ്ധമതമായാലും ക്രിസ്തുമതമായാലും ജൂതന്മാരായാലും ഇസ്ലാമായാലും എല്ലാം ഈ പൗരോഹിത്യം കിടന്ന് കളിക്കുകയാണ്. അതിനെ നിലക്ക് നിർത്താൻ ശ്രമിച്ച ഒരാളായിരുന്നു അന്നത്തെ കാലത്തെ പൗരോഹിത്യത്തെ നിലക്ക് നിർത്താൻ ശ്രമിച്ച ഒരാളായിരുന്നു ആര്? യേശുക്രിസ്തു. അതുകൊണ്ടാണ് ഈ മനുഷ്യനെ കുരിശിലേറ്റാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ കുരിശിലേറ്റാൻ പറ്റില്ല, നന്മയെ കുരിശിലേറ്റാൻ പറ്റില്ല, കൊല്ലാൻ പറ്റില്ല, ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ നന്മ തിരിച്ചു വരും, അതാ ഉയർത്തെഴുന്നേൽക്കും. അതൊരു വിശ്വാസമാണ്. അതൊരു വിശ്വാസമാണല്ലോ, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം നല്ലതല്ലേ? നന്മ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വിശ്വാസം നല്ലതല്ലേ? ഇപ്പം നമ്മൾ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? മോഡി ജയിച്ചാൽ ഇന്നതൊക്കെ സംഭവിച്ചേക്കും എന്നൊരു വിശ്വാസമാണ്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജയിച്ചാൽ ഇന്ന് നടന്നേക്കും. അതായത് CPM ഇപ്പോൾ ജയിക്കുമെന്നാലും വിചാരിക്കില്ലാത്തതുകൊണ്ട് ഇന്ത്യയിൽ ജയിക്കുന്നു. അപ്പോൾ അത് നമുക്ക് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ. പക്ഷേ ഈ വിശ്വാസം നാളെ വഞ്ചിക്കപ്പെടാം.
ഇത് ഉയർത്തെഴുന്നേറ്റിട്ട് പിന്നെ വഞ്ചിക്കുകയാണെങ്കിലോ? ഇപ്പൊ ഈ യേശു ക്രിസ്തുവിന്റെ എന്താണ് ജീവിതമായിട്ട് നമ്മൾ ജീസസ് നോക്കുമ്പോഴേ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം അദ്ദേഹം എവിടെയായിരുന്നു എന്ന് കൃത്യമായിട്ടുള്ള വ്യക്തമാക്കുന്നില്ല. അത് ബൈബിളിലൊന്നും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നില്ല. എവിടെയായിരുന്നുണ്ടാവാം? അല്ലാതെ ആർക്കും പറയാൻ പറ്റില്ല. ആ ചോദ്യം തന്നെ ആലോചിക്കുക. മറ്റുള്ള ഇത്രയും ലോകത്ത് ഇത്രയും കൊല്ലമായിട്ട് ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത കാര്യം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇത് അനുമാനങ്ങൾ മാത്രമേ ഉള്ളൂ, സങ്കല്പങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചിലർ വാദിക്കും നമ്മൾ ജമ്മു കാശ്മീരിലുണ്ടായിരുന്നു, യേശു ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു, ആട്ടിടയനായിരുന്നു, അവിടെയും മൃഗങ്ങളെ ആടിനെ നോക്കുന്നതായിരുന്നു, അല്ലെ ടിബറ്റിലുണ്ടായിരുന്നു. എന്ത് അതിന് ഏറ്റവും കൂടുതൽ അങ്ങേയറ്റം യേശു ക്രിസ്തു ശ്രീകൃഷ്ണൻ ഒരാളായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. രണ്ടുപേരുടെ തൊഴിലൊന്നാണ്. സംഗീതമുണ്ട്. യേശു ക്രിസ്തു ഇത് എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എടമറിൻ്റെ വലിയൊരു പുസ്തകമുണ്ട്, ക്രിസ്തുവും കൃഷ്ണനെയും ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. എടമറിൻ്റെ യുക്തിവാദിയായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ട്. ഇല്ല, യേശു ക്രിസ്തു ദൈവമായിരുന്നു ആണോ അല്ല, ശ്രീകൃഷ്ണൻ ദൈവമാണോ അല്ല. അപ്പം ഇങ്ങനത്തെ സംശയങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെയാണ് മതം നിലനിൽക്കുന്നത്. സംശയങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മളെക്കാൾ വിവരമുണ്ട് എന്ന് നമ്മൾ കരുതുന്നവരെ, അവർക്കുണ്ടായിക്കൊള്ളണമെന്നില്ല, കരുതുന്നവരെ ആശ്രയിക്കുകയും അവർ പറയുന്ന അപ്പാടെ വിഴുങ്ങുകയും ചെയ്യും. ഇവിടെ പറ്റുന്ന കുഴപ്പമോടെയാണ്. ക്രിസ്തുവിനെ പറ്റി പറയാൻ വ്യാഖ്യാനിക്കാൻ എനിക്ക് അവകാശമുണ്ട്, അല്ലെങ്കിൽ എനിക്കതിനെക്കുറിച്ച് അറിയാം, പണ്ഡിതനാണ് എന്നുള്ള ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടായാൽ ഞാൻ പറയുന്ന ക്രിസ്തുമതത്തിൻ്റെ പുറകെ വരും. പ്രൊട്ടസ്റ്റൻ്റുകാർ പറയുമ്പോൾ അവരുടെ പുറകെ പോകും. ആരാ ശരിയെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മളിങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തുന്നവരെ ഈ അലച്ചിൽ നടത്തും. അത് കൊല്ലങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് നടക്കുകയാണ്. കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? പറയാൻ പറ്റുമോ? യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല. ഹിന്ദുമതത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ എത്രയോ, ഭഗവത്ഗീതയെ പറ്റി തന്നെ എത്രയോ വ്യാഖ്യാനങ്ങളുണ്ട്, ബൈബിളിനെ പറ്റി വ്യാഖ്യാനങ്ങളുണ്ട്. ജീസസിനെ കുറിച്ച് അപ്പോൾ ഇതിൽ ചില വിശ്വാസങ്ങൾ, താങ്കൾ ആദ്യം പറഞ്ഞ ചില വിശ്വാസങ്ങൾ, ഇപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് ഒരു മനോഹരമായ സങ്കല്പമാണ്. അതെ അതെ, വളരെ മനോഹരമായ സങ്കല്പമാണ്. മാത്രമല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ എല്ലാ ഭാഗങ്ങളിലും ആഘോഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആചരിക്കപ്പെടുന്ന ഒരു ദിനമാണ്. അതെ, എന്തുകൊണ്ട് ഇപ്പം എന്താണ് ക്രിസ്ത്യാനികൾ മാത്രമല്ല, അല്ല ആ സങ്കല്പം മഹത്താണ്. അതെ, ആ സങ്കല്പത്തിൻ്റെ മാഹാത്മ്യം ഭയങ്കരം. ഇങ്ങനെ തെറ്റിനെതിരെ പോരാടുന്നു, അല്ലെ അനീതിക്കെതിരെ പോരാടുന്നു. ആ മനുഷ്യനെ മറ്റുള്ളവരെല്ലാം കൂടെ, എല്ലാ കുറ്റവാളികളും കൂടെ ചേർന്ന് തൂക്കിലേറ്റുന്നു. ആ കുറ്റവാളി പുനരുദ്ധരിക്കുന്നു, അല്ലെ വീണ്ടും ജനിക്കുകയാണ്, പുനർജനിക്കുകയാണ്. ആ പുനർജനിയാണ് നവോത്ഥാനം. ഈ ഉയർത്തെഴുന്നേൽപ്പ്, ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഫലം ക്രിസ്തുമതത്തിൽ ഉണ്ടായിട്ടില്ലേ? ലോകത്തെ മുഴുവൻ ഒരു ചരടി കെട്ടാൻ പറ്റിയുണ്ടോ? അധികാരത്തിൻ്റെ ബലമുണ്ടോ? ആദിയില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ഹിന്ദുമതം അങ്ങനെ അധികാരത്തിൻ്റെ ബലത്താലല്ല ഇതൊന്നും ഉണ്ടായത്. കുറച്ചൊക്കെ ഒരു കാലഘട്ടത്തിൽ ശക്തി ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് കുരിശുയുദ്ധം ഉണ്ടായി. ഇസ്ലാമും ക്രിസ്തുവും തമ്മിൽ വിശ്വാസത്തിൻ്റെ പേരിൽ തർക്കമുണ്ടായി. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവോ മുഹമ്മദ് നബിയെ ആഗ്രഹിച്ചിരിക്കുമോ? യേശു ക്രിസ്തുവോ മുഹമ്മദ് നബിയെ കുരിശുയുദ്ധം ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ഒരാൾ ക്രിസ്തുവിൻ്റെ പുറകെ, ഒരാൾ നബിയുടെ പുറകെ പൊക്കോട്ടെ, ജനങ്ങളങ്ങനെ പൊക്കോട്ടെ. അതിന് അവർക്ക് തന്നെ നന്മ മാത്രം ചെയ്യുക, നന്മ മാത്രം ലക്ഷ്യമാക്കി പോയാൽ പോരെ. പക്ഷെ നന്മ ഞാൻ മാത്രമാണ് നന്മ എന്നുള്ള വ്യാഖ്യാനത്തിലേക്ക് മതം എപ്പോഴും എത്തുന്ന അപ്പം സംഭവം മാറും. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യയിലും അങ്ങനെ സംഭവിപ്പിക്കാനാണ് നോക്കുന്നത്. അത് ആഴത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഇത് നമുക്ക് ഇവിടെയും അങ്ങനത്തെ പുനരുദ്ധാരണം, ഒരു നവോത്ഥാനം വേണം. പക്ഷേ റാഡിക്കലൈസേഷനാണ് ഇവിടെ വേണ്ടത്. വെറുതെ വിശ്വാസങ്ങളുടെ പുറകെ, ആചാരങ്ങളുടെ പുറകെ പോവുകയില്ല. ആ ആചാരങ്ങളെ തിരുത്തേണ്ടടുത്ത് തിരുത്താൻ തയ്യാറാകണം. ആ തിരുത്തലിനെ എതിർക്കാനായിരിക്കും എപ്പോഴും പൗരോഹിത്യത്തിന് താല്പര്യം. അത് എവിടെയാണെങ്കിലും, ജെറുസലേമിലാണെങ്കിലും ഇസ്രയേൽ എവിടെയാണെങ്കിലും അതിനായിരിക്കും താല്പര്യം. അതുകൊണ്ട് ഈ ഉയർത്തെഴുന്നേൽപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈസ്റ്റർ, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രാധാന്യം പറയുന്നത്, യേശുക്രിസ്തു വെറും കേവലം സന്മാർഗം ഉപദേശിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമായിരുന്നു. തെറ്റിനെ തിരുത്താനും കൂടെ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ആ തിരുത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ദയയുമില്ലാതെ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുന്നതിൽ ഒരു മടിയും കാണിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം സോദോം-ഗൊമോറയാണ്. സോദോം-ഗൊമോറ ഗ്രാമത്തിലുള്ള ആൾക്കാർ മുഴുവൻ തെറ്റിൻ്റെ വഴിയെ പോയി, പ്രലോഭനങ്ങൾക്ക് വഴങ്ങി, എന്തും ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾ ജീവിക്കാൻ തുടങ്ങി. ഏറ്റവും മോശം തരംതാണ ജീവിതം നയിക്കാൻ തുടങ്ങി. അപ്പോൾ യേശുക്രിസ്തു ഇത് നശിപ്പിക്കാൻ തീരുമാനിച്ചു. ഗ്രാമം മൊത്തം ഇല്ലാതാക്കാൻ, ആ ഗ്രാമം മൊത്തം നശിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒത്തിരി ആൾക്കാർ പറയുന്നു, എല്ലാവരും നശിപ്പിക്കരുത്, കുറ്റവാളികളെ മാത്രം ശിക്ഷിച്ചാൽ പോരെ, കുറ്റവാളികളെ മാത്രം ശിക്ഷിച്ചാൽ പോരെ എന്നുള്ള ചോദ്യമാണ് യേശുക്രിസ്തുവിനോട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഗുരുക്കന്മാരും ഒക്കെ ചോദിച്ചത്. അപ്പോൾ ഉടനെ വളരെ വിനയത്തോടെ ക്രിസ്തു പറയുന്നു, ഒരാളെയെങ്കിലും
നിങ്ങൾ കുറേ പേരെ കൊണ്ടുപോകുക. അവിടുന്ന് നന്നായി ജീവിക്കുന്ന, നല്ല രീതിയിൽ ജീവിക്കുന്ന, മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ജീവിക്കുന്ന, അനീതിക്ക് കീഴ്പ്പെടാതെ ജീവിക്കുന്നവരെ കുറേ പേരെ നിങ്ങൾ കൊണ്ടുപോകുക. ഞാൻ അവരെ രക്ഷപ്പെടുത്താമെന്ന് പറയും. ഇവർ നാട് മുഴുവൻ തപ്പിയിട്ട് ഒറ്റ ഒരുത്തനെ കിട്ടില്ല. വീണ്ടും വന്നു ഒരാളെയെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു. സാർ നല്ല രീതിയിൽ ജീവിക്കുന്ന സോദോം ഗൊമോറ ഗ്രാമത്തിലെ ഒരാളെയെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു. ഇല്ല, ഒരാൾ പോലും ഇല്ല. അപ്പം ക്രിസ്തു പറഞ്ഞു, നശിപ്പിക്കാതെ മാർഗമില്ല. അങ്ങനെയാണ് സോദോം ഗൊമോറ ഗ്രാമം നശിപ്പിക്കുന്നത്. ഇവിടെയും ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരും. നല്ല രീതിയിൽ ജീവിക്കുന്ന ആരും ഇല്ലെങ്കിൽ കൊലവിളിയാണ് ഞങ്ങൾ നമ്മളുടെ ജീവിത രീതി എന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മൾ വളർത്തിയെടുക്കുന്നെങ്കിൽ ആ സംസ്കാരത്തെ നശിപ്പിക്കുക തന്നെ വേണം. കൊല്ലും കൊലയുമാണ് തങ്ങളുടെ സംസ്കാരമെന്ന് വിചാരിച്ച് നടക്കുന്നവരെ നശിപ്പിക്കുക തന്നെ വേണം. യേശുക്രിസ്തുവിൻ്റെ മഹത്വം, അല്ലെങ്കിൽ ഈസ്റ്ററിൻ്റെ മഹത്വം, അല്ലെങ്കിൽ നന്മയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മഹത്വം അറിയണമെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം മാത്രം നോക്കിയാൽ മതി. ക്രൈസ്തവ മതവുമായി മതപരമായ ആചാരപരമായ ബന്ധമില്ലാത്ത ഹൈന്ദവ സംഘടനകൾ പോലും, BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ പോലും അവിടെ ഔട്ട്റീച്ച് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം തന്നെയായിട്ട് ക്രിസ്ത്യൻസിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു ശ്രമമുണ്ട്. കാരണം ക്രിസ്തുമതത്തിലെ ഉയർത്തിപ്പിടിക്കുന്ന ചില നല്ല ഉദ്ദേശങ്ങൾ അതിനെ അംഗീകരിക്കാൻ അല്ലെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ BJPക്ക് പോലും നിർബന്ധിതമാകേണ്ടി വരും. BJP പോലും ആ കാര്യത്തിൽ ക്രിസ്ത്യാനികളുടെ ഒരു സംരക്ഷണം ഏറ്റെടുക്കാനായിട്ട് BJP പോലും ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ, ഇന്ത്യയിൽ 2% മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികൾ. ഇന്ത്യയിൽ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അത് 18%. മുസ്ലിങ്ങൾ അതിൽ കൂടുതലുണ്ട്. പക്ഷേ നമ്മളൊന്ന് വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് നമ്മുടെ ഇവിടെയുള്ള പല പ്രസ്ഥാനങ്ങളും പറയുമ്പോഴും ക്രിസ്ത്യാനികൾ വെറും 18% ഉള്ളൂ. അവർക്കാണ് ഏറ്റവും കൂടുതൽ സംരക്ഷണവും പരിഗണനയും നൽകേണ്ടത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് മറന്നുപോകും. ഇല്ല, അതിനെപ്പറ്റി തർക്കമുള്ള വിഷയമാണ്. ശരിക്കും തർക്കമുള്ള വിഷയം. അവർക്കാണ് കൂടുതൽ പരിഗണന എന്ന് പറഞ്ഞാൽ ഇവിടെ അതിനേക്കാളൊക്കെ ദളിത് വിഭാഗങ്ങളുണ്ട്, ഗോത്രവർഗ്ഗക്കാരുണ്ട്, അല്ല ദളിത് ക്രിസ്ത്യാനികളുണ്ട്. അല്ല, ദളിത് ക്രിസ്ത്യാനി മാത്രമല്ല മറ്റുള്ളവരുണ്ട്, എല്ലാവരും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ മതപരമായ ജാതീയമായ സംവരണം എന്ന് പറയുന്നത് തന്നെ അശാസ്ത്രീയമാണ്. അതാണ് അതിൻ്റെ ശരിക്കുള്ള ടെക്നിക്കൽ പോയിന്റ്. പക്ഷെ അത് ജനങ്ങൾ ഇവിടെ അനുവദിച്ച് വന്നുകൊണ്ട് അനുഭവിച്ചു വന്നുകൊണ്ട് അനുഭവിച്ചതുമുണ്ട്. അനുവദിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ അനുഭവിക്കുന്ന നമ്മളൊരു ബസ്സൊക്കെ കയറി റിസർവേഷൻ സീറ്റ് എടുത്തിരുന്ന് കഴിഞ്ഞാൽ വഴിക്ക് വെച്ച് നമ്മൾ ഇറക്കി വിടാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു സോഷ്യൽ ഫാബ്രിക് ഇവിടെ ഉണ്ടാക്കിയെടുത്തു. ആ സോഷ്യൽ ഫാബ്രിക്കിനെ നിഷേധിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ ക്രിസ്ത്യൻസിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 2-3 കാര്യം. ഇസ്ലാമിൽ ഉണ്ടാകാത്തതും ക്രിസ്ത്യാനികളിൽ ഉണ്ടായതും റെഫോർമേഷൻ, നവോത്ഥാനം ക്രിസ്തുമതത്തിൽ നടന്നു. ഒത്തിരി ആചാരങ്ങൾ അവർ മാറ്റി. ആചാരങ്ങൾ മാറ്റുന്നതിനെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ തല്ലാനും കൊല്ലാനും വരികയില്ല. ഇസ്ലാമിനെ പറ്റി കുഴപ്പം അവിടെയാണ്. അവരുടെ ആചാരങ്ങൾ മാറ്റുന്നതിനെ പറ്റി, അവരുടെ ആചാരങ്ങൾക്കെതിരെ യേശുക്രിസ്തുവിനെ പറ്റി ആലോചിച്ചില്ല. ബ്ലാസ്ഫമി എന്ന് പറഞ്ഞ നിയമമുണ്ട്. ആ ബ്ലാസ്ഫമി ബ്ലാസ്ഫമി എന്ന് പറഞ്ഞാൽ മതനിന്ദ അല്ലെ ദൈവനിന്ദ. അവനെ കൊല്ലുക എന്നുള്ളൂ. പാകിസ്ഥാനിലൊക്കെയാണ് ഖുറാൻ കത്തിക്കുക, അല്ലെ ഖുറാനെല്ലാം ചവിട്ടിയാൽ കൊല്ലും. നമ്മളറിയാതെ കാലൊരു കൊച്ചുകുട്ടി ചവിട്ടിയാൽ കൊല്ലും. ആ ഒരു കൾച്ചറിൽ നിന്നും മാറി കുറേ കൂടെ റീഫോംഡ് കൾച്ചറിലേക്ക് മാറാനുള്ള ശ്രമമാണ്. അതിന് യേശുക്രിസ്തുവിനെ ശരിയായി വ്യാഖ്യാനിച്ചാൽ, എൻ്റെ മാത്രമാണ് യേശുക്രിസ്തു, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ യേശുക്രിസ്തുവിനെ വ്യാഖ്യാനിക്കാൻ പോയി ശരിയാകില്ല. നിങ്ങൾക്കും എല്ലാവർക്കും യേശുക്രിസ്തു സ്വന്തമാണ്. ആ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് വ്യാഖ്യാനിക്കാം എന്നുള്ള സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. അത് ഇസ്ലാമിനും ആകാം. തീർച്ചയായിട്ടും ഇസ്ലാമിനും നബിയ സമൂഹത്തിൻ്റെ മൊത്തം നേതാവാകാം. സ്വർഗത്തിൽ പോകാനുള്ള മാർഗം മാത്രമല്ല. അനീതി മാത്രം കൊണ്ടു നടക്കുന്ന ആളുകൾ, അവരെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും യേശുക്രിസ്തു ഒരു ശത്രുവായിട്ടും അല്ലെങ്കിൽ ഒരു കൊല്ലപ്പെടേണ്ട, ഇല്ലാതാക്കപ്പെടേണ്ട ഒരാളായിട്ട് തോന്നുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരം അപ്രിയ സത്യങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്തേ പറ്റും.